ഹായ്, ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഈ നിമിഷം പറയാൻ ഉദ്ദേശിച്ചത് ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറ്റ നാറി, നിന്നെ ആർക്ക് വേണം? കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തൂറി എറിയും നിന്നെ. അപ്പോ ഈ പരനാറി സംഘികളുടെ കോണകം മണപ്പിച്ചുകൊണ്ടും നടക്കുന്ന ഈ പരനാറി വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വളരെ മോശമായി അപമാനിച്ചുകൊണ്ട് ഈ പരനാറി ചിരട്ട പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി അഥവാ നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ കേട്ടോളി ഈ പരനാറി പറഞ്ഞ വാക്കുകൾ. ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി. അതെ, ഒരു രാത്രി നിരോധ് പൊട്ടി ഒലിച്ച് ഇറങ്ങുന്ന ആ തുള്ളിയിലുണ്ടായ ഒരു മൈരനാണ് ഇപ്പം ഈ പറയാൻ പോകുന്ന വാക്ക്. കേട്ടോളി. ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനല്ല. മനസ്സിലായടാ മൈരേ, പണ്ട് നിന്റെ തന്ത കള്ളവെടി വെക്കാൻ പോകുന്ന സമയത്ത് ആരും കാണാതെ തോർത്തുമുണ്ട്, ആരും കാണാതെ ഇരിക്കാൻ വേണ്ടി തോർത്തുമുണ്ട് തലയിൽ കൂടെ ഇട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ വേര് ചാടിയ കഥയല്ലേ നീ പറയുന്നത്? അല്ലടാ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയുണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അത് മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ ചെറുക്കല്ലേ മൈരേ, ചെറിച്ച് ഒരുപാട് ആക്ഷേപിക്കില്ലടാ മൈരേ. വയനാട് കഴുത്ത് വേറെ, കൈ വേറെ, ഉടല് വേറെ, കാല് വേറെ. അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, മകന് അമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കുടുംബത്തിലെ 16 പേര് മരിച്ചു പോയിരിക്കുന്നു. അത് ആ ഒരു സാഹചര്യത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോരോ മക്കളും അമ്മയും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് ഇതുപോലെ നീ ആക്ഷേപിക്കില്ല മൈരേ. നിനക്കറിയടാ മൈരേ, ഈ കണ്ണീരൊന്ന് നീ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഈ കണ്ണീര് കണ്ടിട്ട് അലിയുള്ള മനസ്സുണ്ടോടാ മൈരേ? വലൈക്കും സലാം. മജീദ് സാഹിബ്, ഉമ്മൊക്കെ പോയി. പെങ്ങളും അനിയൻ്റെ ഭാര്യയും കുട്ടികളും അമ്മോസിനും അമ്മായും ഞങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് 16 ആള് പോയി ജീവിക്കാം. കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടേക്കായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. ഇത് കൂടാതെ DYFI ഇവരുടെ കണ്ടോ? ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. എടാ പരനാറി, നിന്റെ ഫ്ലാഷ് ബാക്ക് നീ പറയല്ലടാ മൈരേ. പണ്ട് നിന്റെ തന്ത കള്ളവെടി വയ്ക്കാൻ പോയപ്പോൾ ഒരു നീല കളറ് ലുങ്കിമുണ്ട് ആ വീട്ടിൽ വെച്ച് മറന്നു വന്നു. അന്ന് മറന്നു വന്ന ശേഷം നിന്റെ തന്ത എടുത്തിട്ട് നന്നായി ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, നല്ല തെറിയൊക്കെ പറഞ്ഞു. അതിൻ്റെ പേരിൽ ഭയങ്കര അടിയുണ്ടായിരുന്നു നിന്റെ തള്ളയും നിന്റെ തന്തയും കൂടിയിട്ട്. അതൊന്നും നിന്നോട് പറഞ്ഞു തന്നില്ലടാ. അന്ന് നീ ജനിച്ചിട്ടില്ല. ഇപ്പം ഒന്ന് പറഞ്ഞു തന്നെയാ. പണിന്റെ തന്ത കള്ളവടി വയ്ക്കാൻ പോയപ്പോൾ ലുങ്കിമുണ്ട് പറഞ്ഞു വെച്ചോളാ നീല നിറത്തുള്ളത് പരനാറി. റിസ്ക് ഉള്ള മേഖലയാണ് ഈ നടക്കുന്നത്. മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. അല്ല, ഇപ്പൊ നമ്മൾ കണ്ടു ഈ ബോഡി എടുത്ത് മോർച്ചറി എടുത്ത് ആംബുലൻസിൽ കയറ്റുന്നു, മൊബൈൽ ഫ്രീസർ. ഒരു പരനാറിക്ക് ചുക്കാൻ പിടിച്ചു കൊടുക്കുക. ആ ചാനലിലെ റിവ്യൂ എടുക്കുന്ന ആ മൈരൻ, അവനെ ഒരു പരത്തീട്ടം വേറെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആ കിളവൻ 60-70 വയസ്സായ അവനൊരു നിരോധ പൊട്ടിയുണ്ടായ മൈരൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവനൊക്കെ ഈ വയനാടിനെ കുറിച്ച് വയനാട്ടിലെ ഈ ദുരന്തത്തെക്കുറിച്ച് ഇത്രയും മോശമായി സംസാരിക്കുന്നു, ഇവനൊക്കെ മനുഷ്യനായി ജനിച്ചവനാണോ, ഇവനൊക്കെ മനുഷ്യനാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കായിരിക്കും. ഇവൻ മനുഷ്യനാണ്. പക്ഷെ ഇവൻ്റെ ഈ സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ, ഒന്നാമത് സംഘികളെ സൂചിപ്പിക്കുക, ആ കോണകം മണത്ത് ആ മണം കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് നക്കി തിന്നുന്ന ഒരു പരക്കിളവൻ പരനാറിയാണെന്ന് ഓക്കെ. പക്ഷേ ഇതുകൊണ്ടും നല്ല ഇവിടെ നമ്മൾ ജോയിൻ്റ് ആക്കേണ്ടത്, ഇതൊന്നും നല്ല ഇവിടെ വിഷയം. ഇവൻ ഈ രീതിയിലാകാനും ഈ രീതിയിൽ ഒരു ദുരന്തഭൂമി ആക്ഷേപിക്കാനും ഇവനുള്ള ഈ മനസ്സ് വരാൻ കാരണം ഇവൻ്റെ തന്തയാണ്. കാരണം ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, പണ്ട് ഇവൻ്റെ തന്ത കള്ളവടി വയ്ക്കാൻ പോകുന്ന സമയത്ത് നിരോധ് പൊട്ടി ഉണ്ടായ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആകാൻ കാരണം, വേറെ ഒന്നുമല്ല.
ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവൻ മനുഷ്യനാണ്. നിരോധ പൊട്ടി ആ തുള്ളിയിൽ വീണുണ്ടായതുകൊണ്ട് ഇവൻ വേണ്ടയോ ഇവൻ ഉണ്ടാകരുത് എന്നാണ് ഇവൻ്റെ തന്ത വിചാരിച്ചുകൊണ്ട് പോയിട്ട് കള്ളവെടി വയ്ക്കാൻ പോയത്. പക്ഷെ എന്തോ അറിയാതെ ഏതോ ലോക്കൽ നിരോധം വാങ്ങിയതുകൊണ്ട് അത് പൊട്ടി, അതിൽ പിഴച്ചു പോയി പെറ്റു. അതുകൊണ്ടാണ് ഈ മൈരൻ ഇങ്ങനെ ആയത്. അത്രേ ഇവന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഗുഡ് ബൈ. നിന്റെ എന്തൊരു മോന്തയാ, നിന്റെ കാണാൻ കൊള്ളാവോ മോന്ത? എന്തു മോന്തയാടാ, എന്തു പണി വെച്ചേക്കുന്നത്? എണീറ്റ് പോകും നീ.